ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാന്റെ വർഗീയ വിദ്വേഷ പ്രസംഗത്തിന് സർക്കാരിന്റെ വാഴ്ത്തുപാട്ട്. തന്റെ കോലം കത്തിച്ചാലും കാന്തപുരം കുന്തമെറിഞ്ഞാലും അധിക പ്രസംഗം തുടരുമെന്നും വേണമെങ്കിൽ വർഗീയത പരത്തുന്നതിന് തനിക്കെതിരെ കേസെടുക്കൂ എന്നുമാണ് വെള്ളാപ്പള്ളിയുടെ വെല്ലുവിളി. വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന ആളെന്നാണ് മന്ത്രി വി എൻ വാസവന്റെ വാഴ്ത്ത്. ശരിയാണ്, അദ്ദേഹം ചരിത്രം സൃഷ്ടിക്കുകയാണല്ലോ. അല്ലെങ്കിൽ നാട് നീളെ വർഗീയ പ്രസംഗം നടത്തി ഇങ്ങനെ നടക്കാനാകുമോ? ഒരേ സമയം CPM-നും BJP-ക്കും കോൺഗ്രസിനും സ്വീകാരനാകുമോ? മുഖ്യമന്ത്രി പറയിക്കുന്ന എന്ന പ്രതിപക്ഷ നേതാവ് കടുപ്പിക്കുമ്പോൾ വെള്ളാപ്പള്ളി വേട്ടയാടപ്പെട്ടവനാണ് K. ബാബുവിന്. ആരുടെ മുഖത്തും നോക്കി പറയാൻ ആർജവമുള്ള ധൈര്യശാലിയാണ് ഹൈബി ഈഡൻ. സാമുദായിക ധ്രുവീകരണം നടത്തുന്ന വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാത്തതിൽ കടുപ്പിച്ചത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. എടുക്കാ ചരക്കുകളുടെ ഗിരിപ്രഭാഷണം എന്ന ചന്ദ്രികാ മുഖപ്രസംഗം ലീഗിന്റെ നിലപാട് വ്യക്തമാക്കുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സുരാജ് പറയുന്നു, വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗം കേരളം തള്ളിക്കളയുമെന്ന്. മുഖ്യമന്ത്രിയും വി എൻ വാസവനും തള്ളിക്കളയണമെന്ന് സുരാജിന് പറയാനാകുമോ? മറ്റാർക്കുമില്ലാത്ത എന്തിളവാണ് ഈ സർക്കാർ വെള്ളാപ്പള്ളിക്ക് നൽകുന്നത്? വെല്ലുവിളിച്ചോ വെള്ളാപ്പള്ളി എന്നതാണ് ചോദ്യം. CPM പ്രതിനിധി M. പ്രകാശൻ, മുസ്ലിം ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം, SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ദാമോദർ പ്രസാദ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിലുള്ളത്. അത് ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ M. പ്രകാശൻ, ഒരു വർഗീയവാദി നിങ്ങൾക്ക് എങ്ങനെയാണ് സ്വീകാര്യനാകുന്നത്? ഇന്നത്തെ വിഷയത്തിൻ്റെ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കാണാതെ പോയ ഒരു കാര്യം പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ ഒരു കെട്ടിടം, ഒരു പഴയ കെട്ടിടം വീണ് ഒരാൾ മരിച്ചപ്പോഴും, ഷോക്കേറ്റ് ഒരു കുട്ടി മരിച്ചപ്പോഴും വലിയ താല്പര്യത്തോടെ ആ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുത്തിയ ഒന്നാണ് റിപ്പോർട്ടർ എന്നുള്ളത് ഞാൻ പറയേണ്ടതില്ല. എന്നാൽ ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു ആശുപത്രിയിലേക്ക് പോകുന്ന ആംബുലൻസ് തടഞ്ഞ് ഒരാൾ മരിച്ചപ്പോൾ അത് നിങ്ങൾക്ക് വാർത്തയാവുന്നില്ല, അത് ചർച്ചാ വിഷയമാവുന്നില്ല. നിങ്ങളുടെ രാഷ്ട്രീയത്തെ ഇതിൽ പരം വെളിവാക്കുന്ന മറ്റൊന്നില്ല എന്നുള്ള കാര്യം ആമുഖമായി പറഞ്ഞു വെക്കേണ്ടതുണ്ട്. ഇവിടെ CPM-ന്റെ ഈ കാര്യത്തിലുള്ള നിലപാട് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വളരെ കൃത്യമായ നിലക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് CPM-ന്റെ പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറയുന്നത്, കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണം എന്നാണ്. നമ്മുടെ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാടുള്ളൊരു പാർട്ടിയാണ്. എന്താണ് കേരളത്തിൽ നവോത്ഥാന പ്രസ്ഥാനം വഹിച്ച പങ്ക്, അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനം വഹിച്ചൊരു പങ്കെന്താണ്, അത് ഇന്ന് വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പങ്കും എടുക്കുന്ന ചില നിലപാടുകളും എന്താണ് എന്നതിനെ സംബന്ധിച്ചെല്ലാം അതത് അവസരങ്ങളിൽ കൃത്യമായി പറയാൻ ഒരു സന്ദർഭത്തിലും CPM മടി കാണിച്ചിട്ടില്ല. ഇവിടെ സാമൂഹ്യനീതി എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനം വഹിച്ചിരിക്കുന്ന ഒരു വലിയ പങ്കുണ്ട്. നവോത്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലക്ക് അക്കാര്യത്തിൽ ശ്രീനാരായണ ഗുരു വഹിച്ചിരിക്കുന്ന പങ്ക് മഹത്തരമാണ്. അദ്ദേഹം സ്ഥാപിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ രംഗത്തെ പങ്കിനെ ഞങ്ങൾ നിരാകരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനം മുന്നോട്ടേക്ക് കൊണ്ടുവന്ന സാമൂഹ്യ നീതി എന്നുള്ള ആശയത്തിന്റെ മേലെ വെള്ളാപ്പള്ളിയുടെ സംഭാവനയൊന്ന് വിശദീകരിക്കൂ. താങ്കൾക്കും എനിക്കും തർക്കമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, നിങ്ങൾക്ക് തർക്കമില്ലെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനം വഹിച്ചിരിക്കുന്ന പങ്കിനെ ആകെ തള്ളിക്കളയണം എന്ന് നിങ്ങളുടെ വാദത്തോട് എന്തുകൊണ്ട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന്. എന്നാൽ അതിന്റെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന തെറ്റായ കാര്യങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്ന വിഷയമില്ല. അങ്ങനെയെങ്കിൽ ശ്രീ M. പ്രകാശൻ ഇന്നലെ ഒരു വർഗീയ പ്രസംഗം നടത്തി. ഇതിനൊരു രീതിയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ വെള്ളാപ്പള്ളിയുടെ ഈ 30ാം വാർഷിക ആഘോഷ പരിപാടിയിൽ മുഖ്യമന്ത്രി പൊന്നാടി അണിയിക്കാനുള്ള പരിപാടിയുടെ തീരുമാനമായതിന് തൊട്ട് മുമ്പത്തെ ദിവസമാണല്ലോ അദ്ദേഹം വർഗീയ പ്രസംഗം നടത്തി. അദ്ദേഹത്തിന് മലപ്പുറത്തെ ശ്വാസമുട്ടലുണ്ടായത്. അതിനുശേഷം ആ പരിപാടിയിലേക്ക് മുഖ്യമന്ത്രി പോകുന്നു. ഇതിപ്പോൾ കൊച്ചിയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ സ്വീകരണ പരിപാടി മന്ത്രി വി എൻ വാസവനാണ് ഉദ്ഘാടനം ചെയ്യുക. ഇതൊക്കെ നേരത്തെ നിശ്ചയിച്ചായിരിക്കുമല്ലോ. അപ്പോൾ തൊട്ട് തലേ ദിവസം വർഗീയ പ്രസംഗം നടത്തിയാണ്. എന്തൊരു വെല്ലുവിളിയാണ് ഈ സർക്കാരിനോട് വെള്ളാപ്പള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്താണ് കാണാത്തത് ശ്രീ M. പ്രകാശൻ? എനിക്ക് സ്മൃതിയുടെ രോഷം കാണുമ്പോൾ എനിക്ക് യഥാർത്ഥ ചിരിയാണ് വരുന്നത്. ഈ കേരളത്തിൽ RSSന്റെ ആളുകളുടെ ഭാഗത്തു നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വർഗീയ പ്രസംഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലില്ലേ? RSS നേതാക്കന്മാർ എത്ര പച്ചയായിട്ടാണ് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്?
അതുപോലെ ജമാഅത്തെ ഇസ്ലാമി എത്ര പരസ്യമായിട്ടാണ് വർഗീയ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ പൂർണ്ണമായി സ്വീകരിക്കുന്ന UDF-ന്റെ അതുപോലെ ലീഗിന്റെ കോൺഗ്രസിന്റെ ഞാൻ അവസരം തരികയാണ്. RSSന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഇവിടെ വർഗീയ പ്രസംഗം നടത്തുന്ന അപരമത വിദ്വേഷം പ്രത്യേകം ശ്രദ്ധിക്കണം. അപരമത വിദ്വേഷം പരത്തുന്ന ഏതൊക്കെ നേതാക്കളുണ്ട്, ആ നേതാക്കൾക്കെതിരെ നിങ്ങൾക്ക് കേസെടുക്കുന്നതിന് തടസ്സമൊന്നുമില്ലല്ലോ. വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിൽ ഇന്നും നടത്തി എന്നിട്ട് പറയുകയാണ് വർഗീയ വിദ്വേഷ പ്രസംഗത്തിനെതിരെ തനിക്കെതിരെ കേസെടുക്കൂ എന്ന്. ആ വെല്ലുവിളിക്ക് ശേഷം എന്താണ് മന്ത്രി പറയുന്നത്? മന്ത്രി VN വാസവൻ പറയുന്നത് വിശ്രമ ജീവിതം നയിക്കേണ്ട കാലത്ത് ചരിത്രം സൃഷ്ടിക്കുകയാണ് വെള്ളാപ്പള്ളി എന്നാണ്. എന്ത് ചരിത്രമാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്? മലപ്പുറത്തെ ശ്വാസമുട്ടലിൽ CPM കൃത്യമായ പ്രതികരണം നടത്തിയോ? ഇപ്പോഴും മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാകുമെന്നും ഇവിടെ മുസ്ലിം മുഖ്യമന്ത്രി വരുമെന്നും പറയുമ്പോൾ നിങ്ങൾക്കതിൽ എതിർപ്പുണ്ടോ? മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമാവുകയാണോ കേരളം? ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത്? ഞങ്ങൾ CPM ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ നിലപാട് എല്ലാ സന്ദർഭത്തിലും വ്യക്തമാക്കുന്നതാണ്. ഇല്ല, ഇവിടെ അതെന്താണ്? ഇല്ല, വ്യക്തമാക്കുന്നില്ല. ശ്രീ പ്രകാശൻ, വ്യക്തതയില്ല. ഈ പരിപാടിയിൽ മാലയിട്ട ശേഷം പുകഴ്ത്തലാണോ നിലപാട്? നിങ്ങൾ എന്നോട് തർക്കിക്കാൻ സ്മൃതി ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ എന്നോട് തർക്കിക്കാനാണ് വന്നെങ്കിൽ ഞാൻ ഇപ്പൊ അവസാനിപ്പിക്കാം. നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വന്നല്ലോ. നിങ്ങൾ ഇന്നലെ കമ്മ്യൂണിറ്റി നിന്നാൽ മതി. തർക്കിക്കാൻ കുറെ ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അവർ പറയട്ടെ. നിങ്ങൾ എന്നോട് സ്ഥിരമായി ചോദ്യം ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുന്നതിനിടക്ക് നിങ്ങൾ കാര്യം സംസാരിക്കുകയും ചെയ്യരുത്. മാന്യത വേണം. നിങ്ങൾ ഒരു മാധ്യമത്തിന്റെ പ്രതിനിധിയാ, അല്ല നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകയൊന്നുമല്ല. ഞാൻ പല വണികളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ സമയം തരണം. അതല്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ല. ഇത് പലതവണ എല്ലാ തവണയും ആവർത്തിക്കാൻ വേണ്ടി കഴിയില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ പറയട്ടെ. ഞാൻ പറയുന്നത് ഈ വിഷയങ്ങളിൽ CPM-ന് നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഈ രാജ്യത്തകത്താകെ തന്നെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെളിക്കാൻ BJP-ക്കാർ ശ്രമിക്കുന്നു, RSS-കാർ ശ്രമിക്കുന്നു. കേരളത്തിൽ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താ? ഇതേ വിഷയം തന്നെയാണ്. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് CPM നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ നിലപാട് പറയുന്ന ആളല്ല വെള്ളാപ്പള്ളി. അദ്ദേഹത്തിന്റെ നിലപാട് പറയും. അത്തരം വിഷയങ്ങളിലാണ് ഞങ്ങളുടെ നിലപാട്. ഒരു കാരണവശാലും നിങ്ങൾ മറച്ചു വെച്ചിട്ടില്ല. കേരളത്തിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും ന്യൂനപക്ഷ മതശക്തികൾ പറയുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആരുടെ പ്രചരണ? അത് RSS-കാരുടെ പ്രചരണമാണ്. അത് അംഗീകരിക്കുന്നു ഇവിടെ കോൺഗ്രസ്. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയം വന്നതിന് ശേഷം എന്താ ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്? ഇത് പിണറായി വിജയന്റെ നറേറ്റീവാണ് എന്ന്. കേരളത്തിൽ ഇനി ഈഴവ മുഖ്യമന്ത്രി ഉണ്ടാവില്ല. കേരളത്തിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ പറഞ്ഞ മതശക്തികൾ പറയുന്ന പോലെയാണ് എന്നെല്ലാം പറയുന്നത് അത് പിണറായി വിജയന്റെ നറേറ്റീവാണെന്ന് പറയുന്ന വിഷയം അല്ലല്ലോ നിങ്ങൾക്ക് ചർച്ചയാവുന്നത്. ഇവിടെ വാസവൻ ഒരു പ്രസംഗം നടത്തിയ കാര്യം സംബന്ധിച്ചാണ്. അദ്ദേഹം നടത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ആകെ വിലയിരുത്തിക്കൊണ്ടല്ല. കൊച്ചിയിലെ പരിപാടി അദ്ദേഹം 30 വർഷക്കാലം SNDP-യുടെ നേതാവായി നിന്നതിനുള്ള അദ്ദേഹത്തിന് ആദരിക്കുന്ന ചടങ്ങ്. താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം ചോദിക്കട്ടെ. വെള്ളാപ്പള്ളിക്ക് എന്ത് ഇളവാണ് ഈ സർക്കാർ കൊടുക്കുന്നത്? SNDP യോഗം ജനറൽ സെക്രട്ടറിക്ക് ഇഷ്ടം പോലെ വർഗീയത പറയാം, അപരമത വിദ്വേഷം പറയാം എന്നൊരു പുതിയ നിയമം നിങ്ങൾ എഴുതി ചേർക്കുന്നുണ്ടോ? വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുമ്പോൾ സർക്കാർ അതിൽ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ സമയത്ത് പറയുന്നു എന്ന് പറഞ്ഞ് എന്താണ് പറഞ്ഞിട്ടുള്ളത് വെള്ളാപ്പള്ളിക്കെതിരെ? നിങ്ങൾ RSS-നെതിരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ RSS-നും നിങ്ങൾക്കും ഒരുപോലെ സ്വീകാരനാണല്ലോ വെള്ളാപ്പള്ളി. അതിലേ സംഭവിക്കുന്നത്. നിങ്ങൾ വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞ ഒരു വിമർശനം പറയൂ. ഈ വർഗീയ പരാമർശങ്ങളിൽ ഒരു വിമർശനം നിങ്ങൾ പറഞ്ഞത് പറയുന്നേ. ഞാൻ പറയാം. SNDP പല സന്ദർഭങ്ങളിലും സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളെ ഞങ്ങൾ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞ ശക്തികൾ ജാതി സംബന്ധിച്ച് മാത്രം സംസാരിക്കുന്ന നിലപാട് ശരിയല്ല എന്ന് എത്ര തവണ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ നീതിയുടെ വിഷയം ഞാൻ ചോദിക്കട്ടെ, ഈഴവന് ഈ കേരളത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത് സാമുദായിക പ്രസ്ഥാനത്തിന് പ്രവർത്തനപരമായിട്ടാണോ? അല്ല എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? ഇവിടെ ഒരു കാലത്ത് ഇടപെടുന്നതിൽ ക്ഷമിക്കണം. ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനത്തെ ഒന്നും ഇവിടെ ആരും കുറ്റപ്പെടുത്തുന്നില്ലെന്നേ. അങ്ങനെയൊക്കെയാണല്ലോ കേരളം ഉണ്ടായത്. അങ്ങനെയുള്ള കേരളം പിന്നോട്ട് നടത്തിക്കാൻ ഇവിടെ ചിലർ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ചാണല്ലോ ചോദ്യം. വെള്ളാപ്പള്ളിക്കെതിരെ ഒരു വാചകം അങ്ങിൽ നിന്ന് കേൾക്കുന്നില്ലെന്നേ. ഇങ്ങനെ പരത്തി പറയാതിരിക്കൂ. അങ്ങേക്ക് ഷാർപ്പായിട്ട് പല കാര്യങ്ങളും പറയാൻ അറിയാമല്ലോ. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന തെറ്റാണ്, ഞങ്ങളിത് നിരാകരിക്കുന്നു, ഇത് ശരിയല്ല, വർഗീയ പ്രസംഗം നടത്താനാവില്ല എന്നൊരു വാചകം നിങ്ങളിൽ നിന്ന് കേൾക്കാൻ കൊതിയാകുന്നു. ശ്രീ M പ്രകാശൻ, എന്നാൽ നിങ്ങൾ ഞങ്ങളുടെ പ്രസ്താവന ഒന്ന് വായിക്കണം. CPM-ന്റെ പ്രസ്താവനയുടെ കയ്യിലുണ്ടാവുമല്ലോ ഇപ്പൊ ഇറക്കിയിരിക്കുന്ന പ്രസ്താവന. ആ പ്രസ്താവനയുടെ അവസാന ഭാഗം ഏതൊരു ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം,
എന്നാൽ അത് ഇപ്പോ ഇറക്കിയിരിക്കുന്ന നിങ്ങൾ പിന്നെ ടേബിളിൽ ചോദിച്ചു നോക്ക്. എന്നാൽ അത് മതവൈരം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാവരുത് എന്ന് സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു. ആ പ്രസ്താവന ആരംഭിക്കുന്നത് എങ്ങനെയാ? കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുക ഞങ്ങള്. അത്രയല്ലാതെ എന്താ അതാണ് ജനങ്ങളെ ബോധവൽക്കരിക്കുക. എന്തൊരു നിസ്സഹായതയാണ് ശ്രീ എം പ്രകാശൻ. നിങ്ങളല്ലേ ഭരണത്തിൽ, കേസ് എടുക്കേണ്ട സംഭവമാണിത്. കേസ് എടുക്കേണ്ട സംഭവം നിങ്ങൾക്ക് PC ജോർജിലും വെള്ളാപ്പള്ളിയിലും എന്ത് വ്യത്യാസമാണ് കാണാനാകുന്നത് ഇത്തരം പ്രസ്താവനകളിൽ? വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഇത്തരം വർഗീയ പ്രസ്താവനകളിൽ, മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളിൽ PC ജോർജിനും വെള്ളാപ്പള്ളിക്കും എന്താണ് വ്യത്യാസം? അല്ല, അതിലൊക്കെ ഇപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അത് നോക്കാനാണല്ലോ പോലീസ് നിൽക്കുന്നത്. അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പോലീസ് നോക്കും. ഞങ്ങൾ ആ കാര്യങ്ങൾ എടുത്ത നിലപാട് സംബന്ധിച്ചാണ് പറയുന്നത്. ഒരു കാരണവശാലും ഈ നിലപാട് ആളുകളെ രണ്ട് തട്ടുകളാക്കി തിരിക്കാൻ വേണ്ടി പറ്റാവുന്ന നിലപാട് ആരുടെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല എന്ന നിലപാട് ഞങ്ങൾക്കുള്ളത്. എന്നാൽ അതേ അവസരം SNDP എന്നുള്ള പ്രസ്ഥാനം നടത്തിയിരിക്കുന്ന സാമൂഹികമായ ഇടപെടലുകളെ അതിനാകെ തള്ളിക്കളയാൻ സാധ്യമാകും. ഈ പ്രസ്ഥാനത്തെ തള്ളാനൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. ഇത്രയും വർഗീയ പ്രസംഗങ്ങൾ നടത്തിയിട്ടും ശ്രീ എം പ്രകാശൻ അദ്ദേഹം നവോത്ഥാന സംരക്ഷണ സമിതിയുടെ ചെയർമാനായി തുടരുകയാണ്. ആ നവോത്ഥാന സംരക്ഷണ സമിതി ചെയർമാന്റെ നാവിൽ നിന്ന് വരുന്ന വർഗീയത, നിങ്ങൾ അതിനെതിരെ ഒരു വാക്ക് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ വിശ്രമകാലത്തെ, അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തെ വാനോളം പുകഴ്ത്തുകയാണ് VN വാസവൻ, പൊന്നാടി അണിയിക്കുകയാണ് പിണറായി വിജയൻ. എന്നിട്ട് ഈ വൈകിയ വേളയിൽ ഇതാ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്ന് പറയുകയാണ്. എങ്ങും തൊടാത്തൊരു പ്രസ്താവന. വെള്ളാപ്പള്ളി നടേശൻ നിലയ്ക്ക് നിൽക്കണം എന്ന് പറയാൻ ഈ CPM-ന് എന്താണ് നട്ടലില്ലാത്തത് ശ്രീ എം പ്രകാശൻ? നിങ്ങൾക്ക് പല താല്പര്യം ഉണ്ടാവും, നിങ്ങൾക്ക് പല ആവശ്യമുണ്ടാവും. ശരി, എങ്ങനെയെങ്കിലും ഈ പറയുന്ന ചില ആളുകളെ യുഡിഎഫിന്റെ ക്യാമ്പിൽ എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അതാണ് നിങ്ങൾ പറഞ്ഞു, അതാണ് താങ്കളുടെ ആരോപണം. ശരി, ഞാൻ ലീഗ് പ്രതിനിധിയിലേക്ക് പോകുന്നു. ശ്രീ ഷാഫി ചാലിയം, എന്തുകൊണ്ടായിപ്പോ ബാക്കിയുള്ളവരിലേക്ക് പോയ ശേഷം വരാം. ശ്രീ ഷാഫി ചാലിയം, ഇന്ന് ചന്ദ്രികയിൽ മുഖപ്രസംഗമുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ അതിരൂക്ഷ പരാമർശങ്ങളുണ്ട്. കേസ് എടുക്കാത്തത് എന്താണ് സർക്കാർ എന്ന് ശക്തമായി ചോദിച്ചത് ഇന്ന് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഇന്ന് VD സതീശന്റെ പ്രതികരണമായിട്ട് പറയുന്നത് ഇത് പറയിക്കുകയാണ്, മുഖ്യമന്ത്രി പറയിക്കുകയാണെന്നാണ്. അതേസമയം ഇതേ പരിപാടിയിൽ K ബാബുവിൻ്റെയും ഹൈബി ഈഡന്റെയും വാഴ്ത്തുപാട്ടുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ കൂരമ്പുകളേറ്റ് ബുദ്ധിമുട്ടി കഴിയുന്ന ആർജവമുള്ള നേതാവെന്നാണ് ഇദ്ദേഹത്തെ രണ്ട് നേതാക്കളും, ഹൈബി ഈഡനും K ബാബുവും പുകഴ്ത്തിയിരിക്കുന്നത്. ലീഗിനെതിരുള്ള പ്രതികരണം എന്താണ്? എന്തുകൊണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കുന്നില്ല? ഇനി കേസെടുക്കണമെന്ന് ശക്തമായി പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്ന് കൂടി ലീഗ് പറയൂ. ഇല്ല, അതൊക്കെ സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇത്തരത്തിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കണോ വേണ്ടയോ, അത് സർക്കാരിൻ്റെ നയം അനുസരിച്ചിട്ട് സർക്കാർ തീരുമാനിക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളി നിലമ്പൂരിൽ വന്ന് നടത്തിയ പ്രസംഗം നിങ്ങൾക്കറിയാം. ആ പ്രസംഗം കഴിഞ്ഞ് നേരെ അദ്ദേഹം കണിച്ചുകുളങ്ങരയിൽ എത്തിയ ഉടനെ തന്നെ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് വരുന്ന സരസ്വതിയെ വർണ്ണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിപ്രായ പ്രകടനമാണ് വെള്ളാപ്പള്ളിയുടെ പരാമർശത്തേക്കാൾ ഞങ്ങളെ വേദനിപ്പിച്ചത്. ആ ജില്ലക്കാരെ, ആ സമുദായത്തെ, അവിടുത്തെ മുഴുവൻ ജനവിഭാഗത്തെ. അതുപോലെ തന്നെ ഇന്ന് വാസവൻ നടത്തിയത്, വാസവൻ നടത്തിയത് മാത്രമല്ല K ബാബു, ഹൈബി ഈഡൻ ഇവരൊക്കെ നടത്തിയത് തെറ്റാ. കാര്യങ്ങൾ എന്താണ്? കാര്യങ്ങൾ ശക്തമായി ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയുന്നു. ഇദ്ദേഹം പറയുന്നത് കാര്യങ്ങളാണോ? വർഗീയ വിഷം പറഞ്ഞാൽ കാര്യങ്ങൾ പറയുന്നതും ആർജവുള്ള ആളാകുമോ? ഇദ്ദേഹം പറയുന്നത് മുഴുവനും വിഷമല്ലേ. ആ വിഷം പറയുന്ന ആളുകളെ ഇങ്ങനെ പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്കൊക്കെ വോട്ട് കിട്ടാനാണെങ്കിൽ ഈ മതനിരപേക്ഷ സമൂഹത്തിൻ്റെ വോട്ട് അത് നഷ്ടമാവില്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിൽ ബാബു, ഹൈബി ഈഡൻ എന്ന് മാത്രമല്ല, ഞങ്ങൾക്കതിൽ പറയാനുള്ളത് ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ആ പ്രസ്ഥാനത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണം. ഇത്തരത്തിൽ പെരുമാറുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നത് ശരിയല്ല. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു കൂട്ടിയത്. അദ്ദേഹം നടത്തിയ സ്ത്രീ വിരുദ്ധത നോക്കൂ. ഇവിടുത്തെ ഏതെങ്കിലും മഹിളാ സംഘടനകൾ പ്രതികരിക്കുന്നുണ്ടോ? പ്രസവിച്ചു കൂട്ടാൻ പറയുകയാണ്. സ്ത്രീകൾ എന്താ പ്രസവ യന്ത്രങ്ങളാണോ? എത്ര പ്രസവിക്കണം എന്നൊക്കെ ആ സ്ത്രീയല്ലേ തീരുമാനിക്കേണ്ടത്? എന്തൊരു കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഓരോരോ പ്രയോഗങ്ങൾ. മുസ്ലിം സമുദായത്തെ പെറ്റുകൂട്ടുന്നു അത്രേ.
ഇതിനൊക്കെ ഉദാഹരണമായി കേരള സ്റ്റോറി ഉപയോഗിച്ചതുപോലെ അച്യുതാനന്ദനാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. 2040 ആകുമ്പോൾ ഇനി പറയാൻ ഇല്ല, ഇനി 5-6 കൊല്ലറ്റുള്ളൂ. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അർത്ഥം? നമ്മൾ പഠിക്കണ്ടേ? ഈ ലോക്സഭയിലും രാജ്യസഭയിലും ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും BJPക്ക് ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ കഴിഞ്ഞില്ല. പിന്നെയാണ് അവിടെ ഈ ഒരു പഞ്ചായത്തിൻ്റെ ഭരണം പോലും ഇല്ലാത്ത ജമാഅത്തെ ഇസ്ലാമി 5-6 കൊല്ലം കൊണ്ട് ഇന്ത്യ എന്താണ് മുസ്ലിം രാഷ്ട്രമാക്കുമെന്നൊക്കെ പറയുക. പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് എൻഡോസ് ചെയ്യുക. എന്താ അതിൻ്റെ അർത്ഥം? അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ മകൻ തുഷാറിനെ ദുബായിൽ ലോക്കായല്ലോ. ഈ പെറ്റുകൂട്ടിയ സമുദായത്തിൽപ്പെട്ട യൂസുഫ് അലിയല്ലേ രക്ഷിച്ചത്? നന്ദിയുണ്ടോ ഇയാൾക്ക്? ഇതെന്തിനെങ്ങനെ ഈ മതം പറയുന്നത്? എന്താ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? ഇദ്ദേഹം ആർക്കൊക്കെ ഇദ്ദേഹം മറ്റു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എല്ലാ കോർപ്പറേഷനിലും ഞങ്ങളെ സമുദായത്തിൽ വേണം. നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ആളുകളെ മത്സരിച്ചെടുത്ത് തോൽപ്പിക്കാൻ നടന്ന ആളല്ലേ ഇയാൾ? ആരാണ് നമുക്കറിയാലോ. അടൂർ പ്രകാശ് ആരാ? ഡയറക്ടർ ബോർഡ് അംഗമാണ് SNDPൻ്റെ. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നടന്നില്ലേ? അടൂർ പ്രകാശിൻ്റെ പിതാവാരാണ് അഡ്വക്കേറ്റ് കുഞ്ഞിരാമൻ. അദ്ദേഹം ആരായിരുന്നു? SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, ദേവസ്വം ബോർഡ് മെമ്പറാണ്. അപ്പോൾ SNDPക്കാർ അവിടെ സീറ്റ് കൊടുക്കണം, ഇവിടെ ഇടിച്ചു കയറണം എന്നൊക്കെ പറയുമ്പോൾ മത്സരിക്കാൻ നിൽക്കുന്ന SNDPൻ്റെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, അതേപോലെ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റെ മകൻ, ഇവരൊക്കെ പച്ചക്ക് തോൽപ്പിക്കാറുകയാണ്. ആരോടാ ഈ പറയുന്നത്? ഇപ്പോൾ വയനാട് ദുരന്തം ഉണ്ടായി. നിങ്ങൾ ചിന്തിക്കേ, ഈ മനുഷ്യൻ്റെ സംഭാവന എന്താണ്? എന്തെങ്കിലും ഒരു ചെറിയ കുട്ടിപ്പരെയെങ്കിലും ആർക്കും കെട്ടിക്കൊടുക്കാൻ അവിടെ ഉണ്ടോ? ഈ വിഷം പറയാനല്ല വേറെ എന്തിനാ വന്നത്? എന്നിട്ട് ഈ മനുഷ്യന് ഇന്ത്യ ഗവൺമെൻറ് Y കാറ്റഗറിയുള്ള സുരക്ഷ കൊടുത്തിരിക്കുകയാണ്. 14 ആരാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ, 7 പേർ എപ്പോഴും ലൈവിൽ. തോക്കേന്തിയ ആളുകൾ. ഈ തോക്കേന്തിയ സുരക്ഷ കേരളത്തിൽ ആർക്കാണുള്ളത്? ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പോലും ഉള്ള സുരക്ഷ ഗൺമാന്മാർ ചെറിയ റിവോൾവർ അരയിലോ അല്ലെങ്കിൽ ഒരു പോക്കറ്റിലോ വെക്കും, അത്രേ ഉള്ളൂ. ഇത് വലിയ മെഷീൻ ഗണ്ണുമായിട്ട് 7 എണ്ണം. എന്താണ് ഇയാൾക്കുള്ള സുരക്ഷാ പ്രശ്നം? ആർക്ക് വേണം ഇയാളെ? അതാണ് ഞാനിത് പറഞ്ഞു വരുന്നത്. എന്താ സ്മൃതി? കേന്ദ്രമാണതിന് പിന്നിൽ. BJP ആണ്, RSS ആണ് ഇത് പറയിപ്പിക്കുന്നത്. ഈ ആളെയാണ് ഇവരെന്താണ് ഈ നവോത്ഥാനത്തിൻ്റെ മതിലിൻ്റെ പ്രസിഡൻ്റാക്കി വെച്ചത്. ഒരു നിമിഷം ആ സ്ഥാനത്ത് വെക്കാൻ പോകണ്ടേ? ഒന്നും പറയണ്ട, നടപടി എടുക്കണ്ട. മുഖ്യമന്ത്രി ഒറ്റ കാര്യം പറഞ്ഞാൽ പോലെ ഇമ്മാരി തോന്നിയാസം പറയുകയാണെങ്കിൽ ആ സ്ഥാനമാണ് രാജിവെക്ക് എന്നെങ്കിലും പറയണ്ടേ? മാത്രമല്ല, ഇദ്ദേഹം പറയുന്ന എല്ലാ വിഷങ്ങളും ഇവരെന്ത് ചെയ്യാണ്? മഹാനാണ്. 30 കൊല്ലക്കാലത്ത് ഇയാൾ SNDPൻ്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം എന്തെങ്കിലും ഒരു സ്ഥാപനം SNDPക്ക് ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? SNDPക്ക് എത്ര കോളേജുണ്ട്? 10-26 സ്കൂളുണ്ട്, 8-9 കോളേജുണ്ട്. ആ കെട്ടിടം പോയി നോക്കി. ഏതെങ്കിലും ഒരു കെട്ടിടം, ഒരു പുതിയ ബ്ലോക്ക് ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? പുതിയ കോഴ്സുകൾ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ? മറ്റു സ്ഥാപനങ്ങളൊക്കെ എത്രയധികം ഉയർന്നു പോയി. ഇതിൻ്റെ സ്ഥിതി എന്താ മനസ്സിലാക്കാത്തത്? മാത്രമല്ല, 1 സെൻറ്റ് സ്ഥലമെങ്കിലും ഇദ്ദേഹം വലിയ ധനാഢ്യനായി SNDPക്ക് ഒരു സ്ഥാപനം ഉണ്ടാക്കാൻ ഇയാൾ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ പഠിക്കണ്ടേ? മാത്രമല്ല, ആകെ R ശങ്കറിൻ്റെ കാലത്ത് ഒരു 10 ഏക്കർ ഭൂമി R ശങ്കർ മുൻകൈയെടുത്ത് ചാരങ്ങാട്ട് കുട്ടൻ എന്ന ആളിൽ നിന്ന് 10 ഏക്കർ ഭൂമി വാങ്ങിയത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ സ്ഥാപനവും നിൽക്കുന്നത് സർക്കാരിൽ നിന്ന് ലീസിന് വാങ്ങിയതോ സർക്കാരിൽ നിന്ന് ദാനമായി കിട്ടിയ ഭൂമിയിലാണ്. ഇയാളെന്താ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാക്കിയത്? ഈ 30 കൊല്ലത്തിനിടയ്ക്ക് എന്തെങ്കിലും ഉണ്ടായി? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. ഈ ഇരിക്കുന്ന എല്ലാ പാനലും ചോദിക്കുക. നിങ്ങൾ ഗൂഗിളിൽ പോയി തിരയരുതാരും, ഒറ്റയടിക്ക് പറയണം. ഈ SNDP യോഗത്തിൻ്റെ പ്രസിഡന്റിൻ്റെ പേര് അറിയുന്ന എത്ര ആൾക്കാരുണ്ട് ഇതിൽ? ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഫോണിൽ പോയി തിരഞ്ഞാൽ കിട്ടും. ആർക്കും അറിയില്ല, ഒരു SNDPക്കാരനും അറിയില്ല. എന്തതിന് കാരണം? ആരാണ്? ശ്രീനാരായണ ഗുരുവാണ് SNDPൻ്റെ പ്രസിഡന്റ്, കുമാരനാശൻ സെക്രട്ടറിയാ. എങ്ങനെയായിരുന്നു? ഈ പിന്നാക്ക വിഭാഗത്തിൻ്റെ ഐക്യമായിരുന്നു ഇവരുടെ SNDPൻ്റെ നയം തന്നെ. നാലകത്ത് സൂപ്പി, കുട്ടി അഹമ്മദ് കുട്ടി, ഇവരൊക്കെ അടക്കമുള്ള 10-26 ഈ സംവരണ സമൂഹങ്ങളെ കൂട്ടിയിട്ട് വമ്പിച്ച രീതിയിൽ മുന്നേറ്റം നടത്തിയ ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. ഇപ്പം ആരെ കൂട്ടത്തിലുള്ളത്? SNDP എന്നത് നമുക്കറിയാലോ. UPSCൻ്റെ കാലത്ത് മണ്ഡൽ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അന്ന് വലിയ വിശാല സഖ്യം ഇവിടെ ഉണ്ടാക്കിയതാ. സാമ്പത്തിക സംവരണത്തിനെതിരാണവർ. എന്നാൽ സാമ്പത്തിക സംവരണം കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ ആദ്യമായി അതിനെ സ്വാഗതം ചെയ്യുകയും BJP ഭരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ നടപ്പിലാക്കുകയും ചെയ്തത് പിണറായി ഗവൺമെൻറ്റാണ്. ഈ സാമ്പത്തിക സംവരണം കൊണ്ടുവരുന്നവരെ കൂടെ നിൽക്കുക, അത് നടപ്പിൽ വരുത്തുന്നവരെ കൂടെ നിൽക്കുക. എന്നിട്ടോ
ഈ പിന്നോക്ക സമൂഹങ്ങളുടെ ഐക്യമൊക്കെ മാറ്റിവെച്ച് ഇയാളെ വന്നിട്ട് എന്താക്കി, നായാടി മുതൽ നമ്പൂതിരി വരെ എന്നാക്കി മാറ്റി. അതാണോ ഇവരുടെ നയം? പിന്നോക്ക സമൂഹങ്ങളുടെ സംവരണവുമായി ബന്ധപ്പെട്ട് അവരുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഒരു സംഘടന വെറും സാമുദായികമായി ഹിന്ദു ഐക്യ സംഘമായി മാറി. നാരായണഗുരുവിൻ്റെ കാലത്ത് ഇങ്ങനെയാണോ? കുമാരനാശിൻ്റെ കാലത്ത് ഇങ്ങനെയാണോ? ഇവർ പറയട്ടെ, പിന്നെ ഞങ്ങൾക്ക് സ്ഥാപനം തന്നില്ല, സ്ഥാപനം വാങ്ങണമെങ്കിൽ ആദ്യം ഭൂമി വാങ്ങ്, എന്നിട്ടൊരു അപേക്ഷ പോയി കൊടുക്ക്. അതല്ലേ വേണ്ടത്? ഇതൊന്നും ചെയ്യാതെ എല്ലായിടത്തും പോയിട്ട് മലപ്പുറത്ത് ശ്വാസം കിട്ടുന്നില്ല എന്തെല്ലാമാണ് ഇവര് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഇതിനൊക്കെ ചോദ്യത്തിന് ഇതുവരെ മറുപടിയില്ല. പക്ഷേ ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറപ്പെടുവിക്കുന്ന പ്രസ്താവന നേരത്തെ ശ്രീ എം പ്രകാശൻ പറഞ്ഞത്, വെള്ളാപ്പള്ളി എന്നൊരു വാക്ക് എവിടെയും ഇല്ല കേട്ടോ. കേരളത്തിന്റെ മതനിരപേക്ഷ സംസ്കാരത്തിന് പോറലേൽപ്പിക്കുന്ന ഇടപെടലുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. കേരളത്തിലെ LDF സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ബദൽ നയങ്ങൾ ഉയർത്തി മുന്നോട്ട് പോവുകയാണ്. എന്തൊരു വളഞ്ഞു മൂക്കുപിടിക്കലാണ്. എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുന്ന അവസ്ഥകൾ പരിഹരിക്കാനുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ പോട്ടെ. മതനിരപേക്ഷ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ അവകാശങ്ങളെ പാർട്ടി കാണുന്നത്. മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും വിശ്വാസികളില്ലാത്തവർക്കും ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്ന നിലപാടാണ് CPM-ന്. എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ കേൾക്കാനും ന്യായമായി അത് പരിഹരിക്കാനുമുള്ള നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതിദാരിദ്ര്യം പരിഹരിക്കുന്നതിനും മിഷനുകളുടെ പ്രവർത്തനം അങ്ങനെ പോകുന്നു. പാവങ്ങളുടെ പ്രശ്നപരിഹാരം, രാജ്യത്ത് വൻകിട കോർപ്പറേറ്റ് വിഷയങ്ങൾ അത് പോകുന്നു. മതങ്ങളുടെ സാരം ഏകമാണെന്ന് പ്രഖ്യാപിച്ച ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച SNDP മതനിരപേക്ഷ സംരക്ഷണത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചാണ് മുന്നോട്ട് പോവേണ്ടത്. ഏതൊരു ജനവിഭാഗത്തിനെയും പ്രശ്നങ്ങൾ ആർക്കും അവതരിപ്പിക്കാം, എന്നാൽ അത് മതവൈര്യം ഉൾപ്പെടെ ഉണ്ടാക്കുന്ന തരത്തിലാവരുതെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു. തലോടി കഷ്ടപ്പെട്ട് ഒരു വിമർശനം. അങ്ങനെയല്ല എങ്കിൽ ശ്രീ എം പ്രകാശിന് അടുത്ത ഘട്ടത്തിൽ അതിൽ മറുപടി നൽകാം. അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ SNDP യോഗം മുൻ പ്രസിഡന്റ് ആണല്ലോ. ഇപ്പോൾ വെള്ളാപ്പള്ളി വന്ന ശേഷമാണ് ഈ കുത്തഴിഞ്ഞു കിടന്ന പുസ്തകമായിരുന്ന SNDP യോഗത്തെ നല്ല നോട്ട് പുസ്തകമാക്കിയത് എന്നാണ് VN വാസവന്റെ പ്രയോഗം. അപ്പോൾ അതുവരെ കുത്തഴിഞ്ഞ് കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ താങ്കളുടെ കാലത്ത് അതിങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുകയായിരുന്നു. 30 വർഷമായിട്ടേ ഉള്ളൂ നന്നായിട്ട്. അപ്പോൾ അങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹം നന്നാക്കിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് CPM-ന്റെ പ്രതികരണം. എന്താണ് ഇതിൽ അങ്ങേക്ക് മറുപടി പറയാനുള്ളത്? അതോടൊപ്പം തന്നെ ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ വെള്ളാപ്പള്ളിക്ക് മാത്രം ഒരു ലൈസൻസ് എങ്ങനെ ലഭിക്കുന്നു? കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടായ ഒരവസ്ഥയിൽ SNDP യോഗത്തെ കൊണ്ടിന്ന് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിരിക്കും. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. SNDP യോഗത്തിൻ്റെ സംഘടന, അതിൻ്റെ ആശയപരമായ തലങ്ങൾ, ഇതെല്ലാം വളരെ ശോചനീയമായ ഒരു അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഭൗതിക സാഹചര്യം SNDP യോഗത്തിൻ്റെ ഹെഡ് ഓഫീസ് ജപ്തിയിൽ കിടക്കുകയാണ്. അറ്റാച്ച്മെൻറ്റിൽ പണമടച്ചാൽ ജപ്തി തീർത്തിട്ടില്ല. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്തിനാ ജപ്തി? 15 കോടി റുപ്യ എടുത്ത് ബാക്ക്വേർഡ് കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ട് ആ പണം ദുരുപയോഗം ചെയ്ത് മൈക്രോ ഫൈനാൻസ് നടത്തേണ്ടതുപോലെ നടത്താതെ, അതുകൊണ്ട് അതിൻ്റെ പണം അടയ്ക്കാതിരുന്നത് കൊണ്ട് നോട്ടീസും കൊടുത്ത് ജപ്തി ചെയ്തിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത കാലത്തെങ്ങാനും ജപ്തി ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കേസ് കഴിഞ്ഞ 2024 ഓഗസ്റ്റ് മാസത്തിൽ, ജൂലൈ മാസത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്നപ്പോൾ എന്താണ് ഈ കേസ് ചാർജ് ചെയ്യാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ കേസ് അന്വേഷിക്കുന്ന സൂപ്രണ്ട് ഓഫ് പോലീസ് പറഞ്ഞു ഉടനെ ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ്. ആ 1 മാസത്തിനകം അത് ചാർജ് ചെയ്യണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടി ഹൈക്കോടതിയിൽ ക്ലോസ് ചെയ്തിട്ട് അന്ന് വാക്ക് കൊടുത്തിട്ട് പോയി. ഇന്നേ വരെ ആ കേസിൻ്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ വന്നില്ല എന്ന് പറയാൻ മേല. കോടതിയിൽ ഒരു ചാർജ് കൊടുത്തു, അതിൽ കഴിഞ്ഞിട്ട് അതിലെന്തോ ഡിഫക്റ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് അത് തിരിച്ചു കൊടുത്തു. വീണ്ടും ഇതുവരെ കോടതിയിലേക്ക് വന്നിട്ടില്ല. അതിനകത്തുണ്ടായിരിക്കുന്ന അന്വേഷണത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ രസമാണ്. അതാണ് SNDP യോഗത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പറയാം. അതായത് ഈ മൈക്രോ ഫൈനാൻസ് മേടിച്ചിട്ട് അത് എങ്ങനെ വിനിയോഗിച്ചു, അത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കണം. അങ്ങനെ കൊടുത്തിരിക്കുന്നത് മുഴുവനും വ്യാജ പേരുകളിൽ വ്യാജ ഒപ്പിട്ട്, അങ്ങനെ ആളുകളില്ല, അങ്ങനെ കൊടുത്തതായിട്ട് ആളില്ല. അത് അവരന്വേഷിച്ച് കണ്ടുപിടിച്ച് കുറേ അധികം കാര്യങ്ങൾ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്തു. ഹൈക്കോടതി തന്നെ ഞെട്ടിപ്പോയി, ഇങ്ങനെയും ചെയ്യാൻ പറ്റുമോ എന്നുള്ള മട്ടിൽ. ഇതാണ്
ഇതിൻ്റെ ഒരു വശം. പിന്നെ ഇവിടെ നന്നാക്കി എത്തിയെന്ന് പറഞ്ഞല്ലോ. SNDP യോഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ സ്ഥാനമേറ്റ് ഒക്കെ കാലം മുതൽ ഇങ്ങനെ പരിവേദനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംഭവിച്ചതെന്താ? 10-26 സ്വാശ്രയ കോളേജുകൾ യൂണിയനുകളോട് തുടങ്ങാം, അവരെയെല്ലാം പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് തുടങ്ങി. ₹1 ഹെഡ് ഓഫീസിൽ നിന്ന് സഹായധനമായിട്ട് കൊടുത്തില്ല. അവസാനം ആ കോളേജുകൾ തുടങ്ങിയതിൻ്റെ 90% കോളേജുകളും നടത്തിക്കൊണ്ടു പോകാൻ നിർവാഹമില്ലാതെ ബാങ്കിൽ നിന്നെടുത്ത കടത്തിന് വേണ്ടിയിട്ട് ആ കോളേജുകൾ മുഴുവനും ജപ്തിയിൽ കിടക്കുക. ഇപ്പോൾ സ്വാശ്രയ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് 10-26 കോളേജുകൾ ഉദ്ഘാടനം ചെയ്തതാണ് സംസ്ഥാനം ഒട്ടാകെ. എൻ്റെ സ്ഥലമായ തൊടുപുഴയിൽ ഒരു കോളേജ് ഉണ്ട്. ബാങ്കിൻ്റെ, സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ വലിയ ബോർഡും വെച്ച് ജപ്തി ചെയ്ത് അവർ കസ്റ്റഡിയിൽ എടുത്തിട്ടിരിക്കുകയാണ്. ലേലത്തിന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ലേലം പിടിക്കാനെ കൊണ്ട് ആരും വരാത്തതുകൊണ്ട് ബോർഡ് തൂങ്ങി അങ്ങനെ കിടക്കുക. ഇതുപോലെയാണ് SNDP യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞിട്ട് വലിയ നവോത്ഥാന നായകനായിക്കൊണ്ട് എല്ലാവരെയും പ്രേരിപ്പിച്ച് തുടങ്ങി വെച്ച കോളേജുകളുടെ അവസ്ഥ. അതിനോട് ചേർത്ത് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. അദ്ദേഹം ഇങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്, ഓരോ പ്രസംഗത്തിലും അദ്ദേഹം പറയുന്നത് പാവങ്ങൾക്ക് വേണ്ടി, സമുദായത്തിലെ പാവങ്ങൾക്ക് വേണ്ടി. അപ്പോൾ പാവങ്ങളായ അധ്യാപകരായി ജോലി നോക്കുന്നവർക്ക് SNDP യോഗത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പണം കൊടുക്കാതെ ജോലി കിട്ടുമോ? സത്യം പറയണം, എത്രയാണ് തുക? അയ്യോ, അതിന് ഇനി SNDP വെള്ളാപ്പള്ളി നടേശൻ അടുത്ത ജന്മത്തിൽ ജനിച്ചിട്ട് ജനറൽ സെക്രട്ടറി ആയാലും കൂടിയിട്ട് അത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം നോന്ന് തന്നെയായിരിക്കും. അടുത്ത ജന്മത്തിൽ മൂപ്പര് വന്ന് ഭരണമേറ്റാലും അതിൻ്റെ ഉത്തരം നോ എന്ന് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ തുകയൊക്കെ ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ശരിയല്ല. കാരണം ഇത് വേണ്ട, ഇപ്പൊ കാര്യം എല്ലാവർക്കും മനസ്സിലാകുമല്ല. ഇവിടെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ലേലം വിളിക്കുകയാണ്. ലക്ഷങ്ങളാണ്. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഏറ്റവും കൂടുതൽ തുക സ്വകാര്യ മാനേജ്മെന്റുകൾ ഒരളവുമില്ല സംഭാവന സ്വീകരിക്കാതെ എവിടെയെങ്കിലും ഈ അടുത്ത കാലത്തെങ്ങും ആർക്കെങ്കിലും നിയമനം കൊടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. പിന്നെ ഇതൊക്കെ ഇതിനൊന്നും പുറകെ പോകാനൊന്നും ആർക്കും നേരമില്ല. ഇതിനൊന്നും പുറകെ പോയാൽ അതിനൊക്കെ ഈ ജോലി കിട്ടിയവർക്കാർക്കും ഇത് പുറത്തു പറയാനെ കൊണ്ട് കഴിയുകയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനെ പോകുന്നു. പണ്ട് SN ട്രസ്റ്റിൻ്റെ മുൻ നേതാക്കളൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ SN ട്രസ്റ്റിൻ്റെ കോളേജുകളിൽ ഏറ്റവും ചുരുങ്ങിയ തുക സംഭാവന മേടിച്ചുകൊണ്ട് ഉദ്യോഗ നിയമനം നടത്തിയിരുന്നു. അന്ന് രാഘവ വക്കീലിനെ പോലുള്ള നേതാവ് പറഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. SNDP യോഗത്തിൻ്റെ ജയന്തിക്ക് സമ്മേളനത്തിൽ കൊടി പിടിക്കാനും അതുപോലെ ജാഥ നയിക്കാനും ഒരു പ്രക്ഷോഭം പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് ജാഥ നയിച്ച് ചെരുപ്പ് തേച്ചുകൊണ്ട് നടക്കുന്ന സാധാരണക്കാരാണ്. ആ പശ്ചാത്തലത്തിൽ വരുന്ന കുട്ടികൾക്ക്, വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് കൂടി ഇതിനൊക്കെ അവസരമുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മിതമായ ഒരു സംഭാവന മേടിച്ചുകൊണ്ട് SN ട്രസ്റ്റിൻ്റെയും SNDP യോഗത്തിൻ്റെയും ഒക്കെ സ്ഥാപനങ്ങളിൽ ഉദ്യോഗങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലത്തിന് ഞാൻ സാക്ഷിയാണ്. ഞാൻ 1980 മുതൽ SNDP യോഗത്തിൻ്റെ ബോർഡിലും SNDP യോഗത്തിൻ്റെ കൗൺസിലിലും പിന്നെ അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനമായിട്ടൊക്കെ ഇരിക്കാനായിട്ട് ചെറിയ ഭാഗ്യം കിട്ടിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഇത് SNDP യോഗത്തെ ഇതൊരു കാര്യം. അതിനപ്പുറം രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഈ സമൂഹത്തെ, ഈഴവ സമൂഹത്തെ ഒരുമാതിരി ഒറ്റപ്പെടുത്തി കളഞ്ഞിരിക്കുകയാണ്. ഈ സൈസ് പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ക്രിസ്ത്യാനികൾ കൊള്ളൂല്ല, മുസ്ലിങ്ങൾ കൊള്ളൂല്ല, പിന്നെ ആരാ കൊള്ളാവുന്നേ? ഇങ്ങനെ കൊള്ളൂല്ല എന്ന് അവരെ പറ്റിയിട്ട് പറഞ്ഞുകൊണ്ട് നടന്ന് പ്രസംഗിച്ചുകൊണ്ട് നടന്നാൽ ഏതെങ്കിലും ഒരു കേരളത്തിൽ എവിടെയെങ്കിലും മത്സരിച്ചാൽ കഴിഞ്ഞ വർഷത്തെ സമ്മേളനത്തിലാണത്രേ നായാടി മുതൽ നമ്പൂരി വരെ. അതെ, ആ മുദ്രാവാക്യം കൊണ്ട് പോയിട്ട് എവിടം വരെ എത്തി എന്നുള്ള വിവരം നമ്മളൊന്ന് കണ്ടതാണല്ല. അപ്പം ഈ നായാടി മുതൽ നസ്രാണി വരെ എന്നുള്ള മുദ്രാവാക്യം എവിടെ പോകുന്ന അധികം വൈകാതെ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ഇങ്ങനെയൊന്നുമല്ല. നായാടിയും നമ്പൂതിരിയും മുസ്ലിമും ക്രിസ്ത്യാനികളും ഒക്കെ ചേർന്ന ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിൻ്റേത്. അതിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സെഗ്മെൻസിനെതിരെ എന്നും കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ടും ചെളിവാരി എറിഞ്ഞുകൊണ്ടും ഒന്നും ഈ കേരള സമൂഹത്തിൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഈഴവ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല.
ഈഴവ സമൂഹത്തിൽ നിന്നും കഴിവുള്ള നേതൃവാസനയുള്ള ആളുകൾക്ക് വളർന്നു വരാനും അവരെ പൊതുസമൂഹത്തിൻ്റെ സ്വീകാര്യതയിലേക്ക് വളർത്തിയെടുക്കാനും കഴിയുന്ന വേദിയായിട്ട് SNDP യോഗത്തിൻ്റെ വേദികൾ മാറണം. അപ്പോൾ SNDP യോഗത്തിൻ്റെ ഭാരവാഹിയായിട്ടിരുന്നാൽ, SNDP യൂണിയൻ്റെ ഭാരവാഹിയായിട്ടിരുന്നാൽ ആ സമൂഹത്തിലെ ഏത് വേദികളിലേക്കും, അത് ക്രിസ്ത്യാനിയുടെ വേദിയാണെങ്കിലും മുസ്ലിമിൻ്റെ വേദിയാണെങ്കിലും, ആ വേദിയിലേക്കൊക്കെ ഏറ്റവും സ്വീകാര്യതയുള്ള ഒരു ഗസ്റ്റായി, ഒരു അതിഥിയായി കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു കാലത്തെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് പിന്നോക്ക സമുദായ മുന്നണിയുടെ യോഗങ്ങളാണെന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻ സമൂഹങ്ങളുടെയൊക്കെ വലിയ പള്ളികളുടെയും അവരുടെയൊക്കെ ശതാബ്ദി ആഘോഷിക്കുന്ന ആ വേദികളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ എത്രയോ ഹൃദ്യമായിട്ട് SNDP യൂണിയൻ തല നേതാക്കളെയും SNDP യോഗത്തിൻ്റെ നേതാക്കളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരുന്ന നാളുകളെ കുറിച്ചിട്ടുള്ള നല്ല 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 ഓർമ്മകൾ എന്റെ മനസ്സിലുണ്ട്. ശരി, ശ്രീ CK വിദ്യാ സാർ, ഒരുപക്ഷേ കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഭരണപക്ഷത്തിലല്ലാത്ത രാഷ്ട്രീയ പാർട്ടികളിൽ ചില നേതാക്കളുടെ പ്രതികരണം, അതായത് ഈ പറഞ്ഞ ഈഴവ വോട്ടുകൾ പ്രധാനമാണ് എന്ന് തോന്നുന്നിടത്തായിരിക്കണം ഒരുപക്ഷെ കെ ബാബു അവിടെ പ്രതികരിക്കുന്നത്. ഹൈബി ഉടൻ ആ ചടങ്ങിലെത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഊർജ്ജസ്വലതയെക്കുറിച്ചും വെട്ടിത്തുറന്ന് പറയുന്നതിനെക്കുറിച്ചൊക്കെ പുകഴ്ത്തുന്നു. ഇതാണ് ആ ചടങ്ങിൽ ഉണ്ടായിരിക്കുന്നത്. അതല്ലാതെ പൊതുവെ കോൺഗ്രസ് അതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി കൊണ്ട് പറയിക്കുകയാണ് എന്നാണ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് CPIM വെള്ളാപ്പള്ളിയെ വിമർശിക്കാത്തതല്ല, ആ പേരെടുത്തുകൊണ്ട് വിമർശിക്കുകയോ കേസ് എടുക്കുകയോ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? താങ്കൾ ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഈഴവരുടെ വോട്ട് അല്ലെങ്കിൽ ഈഴവർക്ക് മേൽ വെള്ളാപ്പള്ളിക്ക് വലിയ സ്വാധീനമില്ല എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. പക്ഷേ അങ്ങനെയല്ല തിരിച്ച് ഈ രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത്. വലിയ സ്വാധീനം വെള്ളാപ്പള്ളിക്കുണ്ടെന്നും വെള്ളാപ്പള്ളി പറഞ്ഞാലേ അങ്ങോട്ട് തിരിയൂ ഇങ്ങോട്ട് തിരിയൂ എന്നുമാണ് സമുദായങ്ങൾ ചെയ്യുന്നത് എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത്. അത് പൂർണ്ണമായും തെറ്റാണെന്ന് അങ്ങേക്ക് തെളിയിക്കാൻ പറ്റുമോ? അത് മുൻപൊരിക്കല് ഈ മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കഴിഞ്ഞ വട്ടം ഉണ്ടായപ്പോൾ അതിലെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറയുകയുണ്ടായി, ഇത് ഒരു മാരീച വേഷം കെട്ടിക്കൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഈ കേരളത്തിലെ പല രാഷ്ട്രീയക്കാരെയും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും പല രാഷ്ട്രീയ നേതാക്കളെയും വളരെ ഭംഗിയായിട്ടും മനോഹരമായിട്ടും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് സ്വന്തം മകനെ BJPക്ക് ആളെ കൂട്ടാനും സ്വന്തം ഭാര്യയെ അതിന് അരുനിന്ന് കൊടുക്കാനും വേണ്ടിയിട്ട് വിട്ടുകൊടുത്തിരിക്കുന്നു. അദ്ദേഹം ഇതിന് പറ്റുന്ന വിധത്തിൽ കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തെ പരുവപ്പെടുത്താൻ വേണ്ടിയിട്ട് LDF നേതാക്കളെ സ്ഥാനത്തോ അസ്ഥാനത്തോ ഒക്കെ ഒന്ന് പ്രശംസിച്ച് നല്ലപോലെ ചിരിച്ചു കാണിച്ച്, പിന്നെ ഒരുതരം മയക്കുമരുന്ന് പോലെ എന്തൊക്കെയോ സാധനങ്ങൾ അദ്ദേഹത്തിന് കയ്യിലുണ്ട് ഈ ചില രാഷ്ട്രീയ നേതാക്കളെയൊക്കെ വളരെ എളുപ്പത്തിൽ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളാപ്പള്ളി കൊടുത്തിരിക്കുന്ന ചില മയക്കുമരുന്നിൻ്റെ ആലസ്യത്തിൽ നിന്ന് ഇപ്പം ചിലരൊക്കെ ഉണർന്നു കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്നിപ്പോൾ ഹെഡ്ലൈൻസിൽ കണ്ടു, മിസ്റ്റർ സ്വരാജോ മറ്റേ ഈ പ്രസ്താവനയെ വളരെ ഖണ്ഡിതമായിട്ട്, സ്വരാജിൻ്റെ പ്രസ്താവന ഞാൻ തലവാചകം കണ്ടു, നിങ്ങളുടെ ചാനലിലോ വേറെ ഏതോ ചാനലിലോ കണ്ടു, ഖണ്ഡിതമായിട്ട് ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ ഒരുമാതിരി വിടക്ക് വർത്തമാനമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം തള്ളിപ്പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു. വിവരം തെളിഞ്ഞ് അല്ല, മിസ്റ്റർ വാസവനോട് പറയാതെ അവർ തമ്മിലുള്ള വേറെ പല ബന്ധങ്ങളും ബാന്ധവങ്ങളും ഒക്കെ പല വഴിക്ക് പഴയകാലം മുതലുള്ളതാണ്. അത് അവരുടെ പണ്ടൊക്കെയുള്ള രണ്ടു കൂട്ടരുടെയും ബിസിനസ് സംബന്ധിച്ചിട്ടായിട്ടൊക്കെയുള്ള നല്ല സൗഹൃദങ്ങളും ബന്ധങ്ങളും ഉള്ളതാണ്. അതുകൊണ്ട് മിസ്റ്റർ വാസവനെ ഞാൻ കണക്കാക്കുന്നില്ല. അദ്ദേഹം ഇതിലപ്പുറവും പറയാനായിട്ട് ബാധ്യതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം ബന്ധങ്ങളുണ്ട് അദ്ദേഹവുമായിട്ട്. അതുകൊണ്ട് അത് കണക്കാക്കണ്ട. വേറെ പല കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അതുപോലെ ഇടതുപക്ഷ നേതാക്കളും താങ്കൾ ഉത്തരവാദിത്തത്തോടു കൂടിയാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അല്ലല്ല, ഇപ്പം തുടരുന്ന ബന്ധങ്ങളല്ല. മിസ്റ്റർ വാസവനും വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ആയിട്ട് പണ്ട് മുതലേ അവരുടെ ചില ബിസിനസ് ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ബിസിനസ് ബന്ധങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര നല്ല സൗഹൃദമാണെന്ന് എനിക്കറിയാം. അതിൻ്റെ അടിസ്ഥാനം ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ ബന്ധങ്ങളെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ സംഭവിക്കുന്നത് കുറേ ആളുകളെങ്കിലും നേതാക്കന്മാരെങ്കിലും ഇതൊക്കെ തിരിച്ചറിഞ്ഞു വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷമാണ്. കേരളത്തിലെ തെക്കേ അറ്റം കാസർഗോഡ് മുതൽ അങ്ങ് കന്യാകുമാരി നെയ്യാറ്റിക്കര വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ മൈക്രോ ഫൈനാൻസിൻ്റെ കേസുകൾ കിടക്കുക. ആ കേസുകളെല്ലാം എടുത്തു 5-8 കൊല്ലമായിട്ട് ഡീപ്പ് ഫ്രീസറിലിരിക്കുക. ഇപ്പോഴും അത് കുറ്റപത്രം കൊടുക്കാനെ കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ തയ്യാറാകുന്നില്ല, പോലീസ് തയ്യാറാകുന്നില്ല.
എത്ര കോടതികൾ പറഞ്ഞാലും ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഇപ്പോൾ 1 മാസത്തിനകം കുറ്റപത്രം കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പറഞ്ഞിട്ട് പോയ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ് ഇതുവരെ കൊടുത്തിട്ടില്ല. ഇൻവെസ്റ്റിഗേഷൻ എല്ലാം തീർന്നിരിക്കുന്നതാണ്. ഇതാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കുളിപ്പിച്ച് കുഞ്ഞില്ലാണ്ടാകുന്ന അവസ്ഥയിൽ ഈ സംഘടനയെ എത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ഈ സംഘടനയുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് മനസ്സിലാവും. ശരി, ശ്രീ ദാമോദർ പ്രസാദ്, എന്തുകൊണ്ടാണ് CPM ശക്തമായി പ്രതികരിക്കാത്തത്, സർക്കാർ കേസെടുക്കാത്തത് എന്ന ചോദ്യമാണ് ഇവിടെ ലീഗ് ഉയർത്തിയത്. ഇപ്പോൾ വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. വെള്ളാപ്പള്ളി എന്ന പേരുപയോഗിച്ച് വിമർശിച്ചത് M സ്വരാജ് മാത്രമാണ് CPM നിന്ന്. അതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതുണ്ട്. അദ്ദേഹം 2 മണിക്കൂർ മുമ്പിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണ്. ശ്രീനാരായണ ഗുരുവും SNDP യോഗം ഉയർത്തിയ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണിത്. മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പറയുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിയായ VN വാസവനും അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് അത് കൃത്യമായി നടപ്പാക്കുന്ന നേതാവ് എന്നാണ് വെള്ളാപ്പള്ളിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. കുമാരനാശിനേക്കാൾ ആ കസേരയിലിരുന്ന ആ നേതാവിനെ വാനോളം പുകഴ്ത്തുന്ന നമ്മളെല്ലാം കേട്ടതാണല്ലോ. അപ്പോൾ ഇന്ന് VN വാസവന്റെ പുകഴ്ത്തലും കേട്ടു. അദ്ദേഹം അശ്രാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിശ്രമകാലത്തും. എന്താണ് ഇതിനർത്ഥം? ഇത് നൽകുന്ന സന്ദേശം എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു വർഗീയവാദിയെ ഇവിടുത്തെ മന്ത്രിമാർ, ഒരു സർക്കാർ എൻഡോസ് ചെയ്യുന്നത്? സ്മൃതി തുടക്കം തന്നെ പ്രകാശ് മാഷ് ചോദിച്ചു വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ചു വെള്ളാപ്പള്ളി. എന്തുകൊണ്ട് വർഗീയവാദി എന്ന് വിശേഷിപ്പിച്ചതിനെക്കുറിച്ച് സ്മൃതി കൃത്യം ഡിഫൈൻ ചെയ്തു. അപരമത വിദ്വേഷം പറയുന്നത് ആരും വർഗീയവാദി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ മതേതരമായ വ്യവഹാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ്, പരമത വിദ്വേഷം പ്രചരിപ്പിക്കുന്നതാണ് വർഗീയവാദി എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പറയല്ല, വളരെ ആസൂത്രിതമായിട്ടൊരു പാറ്റേണിൽ വളരെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വർഗീയവാദി തന്നെ. അതിൻ്റെ വിദ്വേഷ പ്രസംഗത്തിൽ ശശികലയും VC ജോർജിനെയും അതിവർക്കുന്ന വിധത്തിൽ വിദ്വേഷ പ്രചരണം കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങൾ കരുതി കൂട്ടി തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് വിദ്വേഷ പ്രചരണം മാത്രമല്ല, അപരമത വിദ്വേഷം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിദ്വേഷം തന്നെയാണ് കേരളത്തിൽ പ്രചരിക്കുന്നത്. അതായത് ഇതിനെ മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇസ്ലാം ഭീതി അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയാണ് കേരളത്തിൽ ആസൂത്രിതമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തൻ്റെ വ്യക്തിഗതമായിട്ട് അഭിപ്രായമായിട്ട് മാത്രം കാണുന്നതില്ല, വളരെ അതായത് കേരള സമൂഹത്തെ വർഗീയമായി പുനഃസംഘടിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. കാര്യം അദ്ദേഹത്തിന് BJP ബന്ധവും അദ്ദേഹത്തിൻ്റെ മകൻ്റെ BJDS പ്രസ്ഥാനം, അതിന് BJPയുള്ള ബന്ധവും RSL ബന്ധം വളരെ കൃത്യമാണ്. ഇത് അറിയുന്ന ആൾ തന്നെയാണ് പിണറായി വിജയനും പ്രകാശം മാഷും ഗോവിന്ദൻ മാഷും സ്വരാജും CPM എല്ലാം തന്നെ. എന്നിട്ടും VN വാസനും എന്നിട്ടും ഈ വ്യക്തിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുവിൻ്റെയും ശ്രീനാരായണ ആശയങ്ങളുടെയും SNDPയുടെയും മഹത്വത്തെക്കുറിച്ചൊന്നും ഇനിയിപ്പോൾ CPM കേരള ജനങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കേരള ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകമായൊരു പഠന ക്ലാസ്സിൻ്റെ പ്രത്യേകമായൊരു പഠന ക്ലാസ്, സ്റ്റഡി ക്ലാസ് വേണമെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് വേണ്ടി നടത്തില്ല. അവർ ചിലപ്പോൾ അറിയില്ലായ്മയുണ്ട്. കാര്യം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ജനക്ക് അറിയേണ്ട. പക്ഷേ കേരള സമൂഹത്തെ പഠിപ്പിക്കേണ്ട. അതുകൊണ്ട് ആ കാര്യമൊക്കെ അതൊക്കെ ഒരു വലിയ അത്ര ഇതിലേക്ക് കിടക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം വർഗീയത പ്രചരിപ്പിക്കുന്ന വർഗീയവാദി എന്ന് തന്നെ വിളിച്ചുകൊണ്ട് ഒരു കാരണവശാലും നവോത്ഥാന സംരക്ഷണത്തിൻ്റെ തലപ്പത്തിരിക്കാൻ യാതൊരു അർഹനല്ലാത്തൊരു മനുഷ്യനെ രാജിവെക്കാൻ ആവശ്യപ്പെടില്ല, നീക്കാൻ തന്നെ ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ വർഗീയത ആസൂത്രണം പ്രചരിപ്പിക്കുകയും അത് കേരള സമൂഹത്തെ വർഗീയമായി പുനഃസംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെ വർഗീയമായി പുനഃസംഘടിപ്പിക്കുക നമ്മൾ പല സ്ഥലത്തും കണ്ടു. ഇത് കേരളത്തിൽ, ഇന്ത്യയിലെ പുറത്ത് പല സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ്. സാമുദായിക സ്പർദ്ധയുണ്ടാക്കിക്കൊണ്ട് വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ തുടർച്ചയാണ്. എങ്ങനെയാണ് ഹിന്ദു ഏകീകരണത്തിൽ പോയി ഇന്നിപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിലെ ഇപ്പോൾ കാസേ പോലെ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. ഇവരും കൂടി ചേർത്തുകൊണ്ട് മുസ്ലിം വിദ്വേഷം പ്രചരിച്ച് മുസ്ലിം സമൂഹത്തെയും ഒരു പ്രത്യേക നമ്മുടെ മലപ്പുറം ജില്ലയും നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയും വിദ്വേഷ കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ടാണ് ഇത് ആസൂത്രണമായി ചെയ്യുന്നത്. ഇതൊരു പ്ലാൻഡ് പ്രോജക്റ്റാണ്. ഇങ്ങനെ കേരളത്തെ വർഗീയമായി പുനഃസംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഗുണഫലങ്ങൾ ആർക്ക് കിട്ടും നമുക്ക് തന്നെ അറിയാം. അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി ഞങ്ങൾക്ക് കിട്ടിയുള്ള തെറ്റിദ്ധാരണ CPM ഉണ്ടെങ്കിൽ ആ CPM തെറ്റിദ്ധാരണ മാത്രമായിരിക്കും. കാര്യം അത്യന്തിയമായി CPM നേരിടാൻ പോണ പരാജയം കൂടിയായിരിക്കും. അതുകൊണ്ട് വർഗീയവാദിയായിട്ടുള്ള വിദ്വേഷ പ്രചാരണപ്പോഴല്ലേ ഒരു പുനർവിചിന്തനം ഉണ്ടായത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യം കൂടി വിലയിരുത്തണം വോട്ടിൻ്റെ കാര്യത്തിൽ. ലോക്സഭ അത് കേരള സമയം ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം CAA വിരുദ്ധ ക്യാമ്പയിൻ വളരെ കേമമായിട്ട് CPM നടത്തി. ശരിയായിട്ടുള്ള ക്യാമ്പയിനായിരുന്നു, അതിലെന്താ സംശയമുള്ളത്? CPM നടത്തേണ്ട ക്യാമ്പയിൻ തന്നെയാണ്. പക്ഷേ ഇതുപോലെ തന്നെ ശബരിമല സമയത്ത് നവോത്ഥാനത്തിൻ്റെ ക്യാമ്പയിൻ CPM മാത്രമല്ല, CPMൻ്റെ പാർശ്വത്തിലെ ബുദ്ധിജീവികൾ മുഴുവൻ അന്ന് വലിയ പ്രചരണം രാവിലെ മുതൽ വൈകുന്നേരം പ്രഭാഷണമായിരുന്നു. അത് കഴിഞ്ഞ് അത് നിർത്തിയപ്പോൾ ആ പരിപാടി നിർത്തിയവർ പോയി.
ആ പരിപാടി നിർത്തിപ്പോയി. നമുക്കെല്ലാവരും കേരളത്തിൽ നിർത്തിപ്പോയി. പിന്നെ നിശബ്ദതയാണ് കംപ്ലീറ്റ്. പിന്നെ വേറെ ഘട്ടത്തിലേക്ക് കിടന്നു. പിന്നെ CAA ബന്ധപ്പെട്ട് വലിയ സമരം, ശരിയായ സമരം തന്നെയായിരുന്നു, സമരം ശരിയായ മുദ്രാവാക്യമായിരുന്നു. അതിനുശേഷം പിന്നീട് അതിൻ്റെ ഗുണഫലമാണ് അതിന് പിന്നോട്ട് പോയി. ഫലസ്തീനായി ബന്ധപ്പെട്ട് ഇന്നും ഗാസയിൽ 23 വരെയാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ പ്രശ്നം ഉയർത്തി പിന്നീട് അതിൽ നിന്ന് പിന്നോട്ട് പോവുകയുണ്ടായി. അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് രാഷ്ട്രീയ ലാക്കാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും വലിയ വിപൽക്കരമായ കാര്യമാണ് ഉണ്ടാകുന്നത്. അതിനെ തുടർന്ന് ലോക്സഭയ്ക്ക് തുടർന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവിച്ചത് ഇഴവ സമുദായത്തെ, ഹിന്ദു സമുദായത്തൊക്കെ തന്നെ ഇത് വലിയ നഷ്ടമാക്കുന്ന ഒരു സമുദായത്തെ മാത്രം പ്രീണിപ്പിക്കുന്നുള്ള കാലങ്ങളായിട്ട് സംഘപരിവാർ ഉന്നയിക്കുന്ന അതേ ആശയം, അതേ മൂശയിൽ, അതേ രീതിയിൽ. അപ്പോൾ ഒരു കൊട്ടേഷൻ എടുത്ത പോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹം കൊട്ടേഷൻ പ്രത്യേകതയുണ്ട്. ശശികലയും PC ജോർജ് എടുക്കുന്ന പോലെ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ആൾ ആ ആശയം എടുക്കുമ്പോൾ അതിൻ്റെ വ്യാപനം വേറെ രീതിയിലാണ്. അത് കേരളം മുഴുവൻ വ്യാപിക്കും. ഒരു സമുദായത്തെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ചെറിയൊരാളല്ല, PC ജോർജ് നടത്തുന്ന പോലെയല്ല, ശശികല നടത്തുന്ന പോലെയല്ല, അതിന് വ്യാപ്തി കൂടുതലാണ്. ഇത് CPM മനസ്സിലാവാൻ CPM അപ്പോൾ എന്താണ് ഇങ്ങനെ കിടുകിട ഭയപ്പെടുന്നത്? അദ്ദേഹത്തെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഭയം തന്നെ, പേടി തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ വ്യക്തമായി പറയല്ലോ, ഇപ്പോൾ പ്രകാശ് മാഷ് വ്യക്തമായിട്ട് പറയുന്ന രാഷ്ട്രീയമുണ്ട്. എന്താണ് മതനിരക്ഷ രാഷ്ട്രീയം? RSന്റെ രാഷ്ട്രീയം വെള്ളാപ്പള്ളി പറയുന്നത്. അതുകൊണ്ട് സംഗീതനെ വിളിക്കണം, സംഘപരിവാറുകാരെന്ന് വിളിക്കാൻ മടി. അപ്പോൾ ഇത്തരം ഈ കിടുകിട ഭയം എന്താണെന്നുള്ള നമുക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെ കേരളത്തെ ഈ രാഷ്ട്രീയമായിട്ട് വർഗീയമായി പുനഃസംഘടിപ്പിക്കുന്നതിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രത്യാഘാതം വിദൂരകാലത്തല്ല സമീപകാലത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് സ്പർദ്ധ ആഴത്തിൽ പരന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നിലപാടെടുക്കേണ്ട സമയം നിലപാടെടുത്തില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ചില്ലറയായിരിക്കില്ല. ശരി, കൈ നനയാതെ മീൻ പിടിക്കാമെന്നുള്ള ആലോചന ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നു എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ശ്രീ എം പ്രകാശിന് ഉത്തരങ്ങളുണ്ടാകും. അതോടൊപ്പം തന്നെ ചില കണക്കുകളും എനിക്ക് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കാനുണ്ട്. ശ്രീ എം പ്രകാശൻ, മാൻഹോളിൽ വീണവരെ രക്ഷിക്കാൻ ശ്രമിച്ച നൌഷാദിന്റെ മരണം ആ കുടുംബത്തിന് നൽകിയ സഹായം 2015 സംഭവമാണല്ലോ. അന്ന് വർഗീയ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളിയെ കേരള തൊഗാഡിയ എന്നാണ് പിണറായി വിജയൻ വിളിച്ചത്. എത്ര ശക്തമായ വാക്കുകളാണ്! ഇന്ന് അതിലും രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രതികരണവുമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹത്തിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകൾ പറയുന്നു. ഒരു കണക്ക് ഞാൻ പറയുന്നത്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നടത്തിയ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഇതിൽ പറയുന്നത് സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കുറവ് മുസ്ലിം വിഭാഗങ്ങൾക്കാണ്. 28% ജനസംഖ്യയുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെ സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യം 14% താഴെയാണ്. SC/ST വിഭാഗങ്ങൾക്കും മതിയായ പ്രാതിനിധ്യമില്ല. മുന്നാക്ക വിഭാഗത്തിൻ്റെ പ്രാതിനിധ്യം ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. അത് സാമ്പത്തിക സംവരണത്തിലൂടെ ഇടതുപക്ഷ സർക്കാർ വീണ്ടും വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ തൊഴിലില്ലായ്മ മുസ്ലിം വിഭാഗത്തിലും ദളിത് വിഭാഗത്തിലും കൂടുന്നു എന്നുള്ള കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. 2004 ഒരു റിപ്പോർട്ട് പരിഷത്ത് വിട്ടിരുന്നു. അതിനുശേഷം 2019 ഈ വിവരങ്ങളൊക്കെ വീണ്ടും പുറത്തേക്ക് വരികയാണ്. ഈ കണക്കുകൾ വെച്ച് ഇതിനെ പ്രതിരോധിക്കേണ്ടി വരുമല്ലോ, വെള്ളാപ്പള്ളി ഇവിടെ ഇല്ലാത്ത കണക്ക് പറയുമ്പോൾ. അപ്പോൾ അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം വേണം. പിന്നെ CPMന്റെ പ്രസ്താവനയിൽ എന്തുകൊണ്ട് വെള്ളാപ്പള്ളി എന്ന പേരില്ല എന്നതിനും മറുപടി അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മറുപടി പറയാൻ നിങ്ങൾ അവസരം തരണം. ഇടക്ക് കയറി ചോദ്യം ചോദിക്കരുത്. നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ട കുറേ വിഷയങ്ങളുണ്ടല്ലോ. ഇവിടെ നേരത്തെ നടത്തിയ പ്രസംഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വിസ്മരിക്കുകയാണ്. ഈ വെള്ളാപ്പള്ളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലാണ് എന്ന കാര്യം അതേ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി ഇരുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾക്കത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ വിസ്മരിക്കുകയാണ്. എന്നാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നു. പിന്നെ നിങ്ങളുടെ സ്മൃതി അടക്കമുള്ള അതുപോലെ ഈ UDFൻ്റെയും ഒക്കെ ആവശ്യം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമിയെ പോലെയോ അല്ലെങ്കിൽ RSSനെ പോലെയോ SNDPയെ CPM കാണണം. ഞങ്ങൾക്കറിയാം SNDP ജമാഅത്ത് ഇസ്ലാമി അല്ല, SNDP RSS അല്ല. കേരളത്തിലെ പിന്നോക്ക വിഭാഗം നിൽക്കുന്ന ജനങ്ങളുടെ സാമൂഹ്യ പുരോഗതിയിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ വലിയ പങ്കുവഹിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണ് ഇപ്പോഴുള്ള SNDP. ഇവിടെ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലക്ക് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ പ്രത്യേക ആംഗിൾ വായിക്കുമ്പോഴാണ് അത് കാണാൻ കഴിയാത്തത്. ഇപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂനപക്ഷ സംരക്ഷണം ഞങ്ങളുടെ ചുമതലയാണ്. അത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സംരക്ഷിക്കുന്ന ഒന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് നിങ്ങൾക്ക് അശേഷം യോജിപ്പില്ല. സാമൂഹ്യനീതി ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പറയുന്ന പ്രസ്ഥാനങ്ങളല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഞങ്ങളുടെ പാർട്ടി ഭരിച്ച ഗവൺമെന്റുകളുടെ കാലത്താണ്. അത് മറ്റേതെങ്കിലും ജാതി പ്രസ്ഥാനത്തിന് അവകാശപ്പെടാൻ വേണ്ടി കഴിയുന്ന ഒന്നല്ല. പിന്നെ അന്യമതങ്ങളെ ഈ നിലക്ക് വീക്ഷിക്കുന്ന നിലപാട് അത് കൃത്യമായ നിലക്ക് ഞങ്ങൾ പ്രസ്താവന ചൂണ്ടിക്കാണിച്ചു. കാരണം നാരായണ ഗുരു മതസാരവും ഏകം എന്ന് പറഞ്ഞ നേതാവാണ്. ആ പ്രസ്ഥാനത്തിന്റെ ഒരാള് ഇങ്ങനൊരു മതത്തെ ആക്ഷേപിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഞങ്ങൾ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മതവൈരം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ?
അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മതവൈരം ഉണ്ടാക്കാൻ സഹായകമാണ് എന്നാണ്, മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ആ നിലക്കുള്ള നിലപാട് സ്വീകരിക്കുന്ന തെറ്റാണ് എന്ന കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാദങ്ങൾ ചൂണ്ടിക്കാണിച്ചു. പേര് പറഞ്ഞാലേ ഇതിപ്പോ വേറെ ആളെ പറ്റി ഇറക്കിയ പ്രസ്താവനയല്ലല്ലോ. ഇന്നലെയും ഇന്നുമായി നടക്കുന്ന ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് പിന്നെ ഞങ്ങൾ പ്രസ്താവന എങ്ങനെ ഇറക്കണം എന്നുള്ളത് സ്മൃതിയല്ലല്ലോ തീരുമാനിക്കുക. ഇല്ല, ഞാൻ ചോദിക്കുകയാണ് അങ്ങോട്ട് ഇന്നലെയും ഇന്നുമായി നടക്കുമ്പോൾ ഞാൻ ഈ ചർച്ചയിൽ സ്മൃതിക്ക് ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ എന്നെ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. സ്മൃതിക്ക് ക്ലാരിറ്റി ഇല്ലാത്തത് സ്മൃതിയുടെ വീക്ഷണ വൈകല്യം കൊണ്ടാണ്, അതല്ലാതെ എന്റെ എന്തെങ്കിലും തകരാറല്ല, പാർട്ടിയുടെ തകരാറൊന്നുമില്ല. ഞാൻ എന്തിനാണ് ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്? നിങ്ങളിങ്ങനെ കടന്നു പറയല്ലെന്ന്. സ്മൃതി മര്യാദ കാണിക്കുക. നിങ്ങൾ എന്റെ വായിൽ കിടന്ന് സംസാരിക്കല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ സംബന്ധിച്ച പാർട്ടി അഭിപ്രായം പറയാനാണ്. വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചല്ല നിങ്ങൾ പറഞ്ഞ ശരിയാകുമോ? പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് ഇറക്കിയിരിക്കുന്ന പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ നിലപാടുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ അത് വെള്ളാപ്പള്ളി 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 എന്ന് പറയേണ്ട കാര്യത്താ മലയാളിക്ക് ബുദ്ധിയില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം വെള്ളാപ്പള്ളിയെ തൊടാൻ ഇവർക്ക് മനസ്സില്ല. വെള്ളാപ്പള്ളിയെ നിങ്ങൾ SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയെ പറ്റി പറയുന്ന പോലെ പറയണം, RSSനെ പോലെ പറയണം, വർഗീയവാദിയാണ്. അതൊന്നും ഞങ്ങളുടെ നിലപാടല്ല. ഞങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന നിലപാടിൽ ഞങ്ങളുടെ വ്യത്യസ്തത കൃത്യമായി നിനക്ക് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കേരളീയ ഏറ്റവും വലിയ ജനവിധിയുള്ള പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പാർട്ടി പറഞ്ഞു മതനിരപേക്ഷതയ്ക്ക് പോറലേൽപ്പിക്കുന്ന ഇത്തരം നിലപാടുകൾക്കെതിരെ ജാഗ്രത വേണം. ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിനപ്പുറം ഉത്തരവാദിത്വ ബോധത്തോടെ എന്താ ഒരു പാർട്ടി പറയേണ്ടത്? മതിയാവില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയമായി കൂടുതലാക്കാണ്. നിങ്ങൾക്ക് കോൺഗ്രസിന്റെ നിലപാടാണല്ലോ. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും സംസാരിക്കുന്നതിനിടക്ക് ഇവിടെ നമുക്കെതിരായിട്ട് ശക്തമായി സംസാരിച്ച അദ്ദേഹത്തിന്റെ ഈ നിലപാട് അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണെന്ന് പറയുന്ന വാക്കിനെ വിമർശിക്കാൻ നിങ്ങൾക്ക് ഒറ്റ വാക്കില്ലല്ലോ. ഇത് അദ്ദേഹത്തിന്റെ നെറേറ്റീവ്. എന്താ നെറേറ്റീവ്? ആ രൂപത്തിൽ അതിനെ സ്ഥാപിക്കാൻ സാധിക്കുമായിരുന്നു. നിങ്ങൾക്ക് ശക്തമാവേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ശക്തമാവേണ്ടത് നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ്. മൈക്രോ ഫിനാൻസ് കേസൊക്കെ എന്തായി? മൈക്രോ ഫിനാൻസ് കേസേ കേട്ടില്ല. മൈക്രോ ഫിനാൻസ് കേസ് കേട്ടില്ല. മൈക്രോ ഫിനാൻസ് കേസ് എന്തായി? അതെല്ലാം നിയമപരമായി വഴിക്ക് പോകുന്നു. ഏതാണ് വഴി? നിയമത്തിന്റെ വഴിക്ക് പോകും. നമ്മളെ നേരത്തെ ഉമ്മൻചാണ്ടി പലതവണ പറഞ്ഞ പോലെ അതിലാർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനുള്ള ഈയുടെ ഒരുപാട് സംവിധാനം. നിയമപരമായി ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും നിലക്ക് ഇടപെടുന്നില്ല. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ കോടതി പോകുന്നു, എന്തെല്ലാം കാര്യം പ്രസ്താവന ഇറക്കുന്നു. എന്തേ അവർക്ക് അത്തരം കാര്യങ്ങൾ ഇടപെടാനാവുന്നില്ല. അതുകൊണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. ഞങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ന്യായമായ നിലപാട് സ്വീകരിക്കും. ന്യായമല്ലെന്ന് തോന്നുമ്പോൾ നീതിന്യായ വ്യവസ്ഥ ഇവിടെയുണ്ട്. സമീപിക്കുന്നതിനൊക്കെ ഇപ്പൊ തടസ്സം നമുക്ക് സ്മൃതിക്കും പോകാലോ, തടസ്സമൊന്നുമില്ലല്ലോ. എനിക്ക് പോകാം, ഒരു തടസ്സമില്ല. അത്തരം കാര്യങ്ങളെല്ലാം തിരിച്ചെത്താം. കോൺഗ്രസ്സുകാർക്കെതിരെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് എടുത്ത കേസ് ഇപ്പോ പിന്നെ മുന്നോട്ട് പോയിട്ടില്ല. അത് പരിപാടിയിലാണെന്ന് വേറെ പറയാം. പക്ഷേ നിങ്ങൾ അത് അന്വേഷിക്കില്ല. നിങ്ങൾക്ക് ഇത് പരിപാടിയിലാണ്. ബഹുരസമാണ് നിയമത്തിന്റെ വഴിക്ക് തിരിച്ചെത്താം. ഇടവേളയ്ക്ക് ശേഷം ശ്രീ ഷാഫി ചാരിയ 3 മിനിറ്റുണ്ട്. M പ്രകാശിന് മറുപടി നൽകാം. ഇതിലിപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നാണ്? വെള്ളാപ്പള്ളി ഈ പ്രസംഗങ്ങൾ തുടരും എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇതിനൊരു രീതിയുണ്ട്. 2015 സമാനമായ രീതിയിൽ ലീഗ് 5ാം മന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ നടത്തിയ അതേ രീതിയിലാണ് വെള്ളാപ്പള്ളി ഇപ്പോൾ നീങ്ങുന്നത്. ഇല്ല, അദ്ദേഹം എന്തോ പറഞ്ഞോട്ടെ, അതൊരു വിഷയമുള്ള കേസല്ല. കാരണം ഇപ്പം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു, അവിടെ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? ഇവിടെ യേശുവിലൊന്നും. പക്ഷേ അയാളെ ന്യായീകരിക്കാൻ നടക്കുന്നവരോടാണ് നമുക്ക് സംസാരിക്കേണ്ടത്. അത് ഈവൻ മുഖ്യമന്ത്രി അടക്കം. ഇപ്പോൾ പ്രകാശ് മാഷ് ഇവിടെ പറയുണ്ടായി, എന്തിനാ പേര് പറയേണ്ട ആവശ്യം? എന്താ പേര്? സ്വരാജ് പേര് പറഞ്ഞല്ലോ. ആ സ്വരാജ് എന്ന യുവാവിനുള്ള ആർജവം പോലും മുഖ്യമന്ത്രിക്കില്ലേ? അദ്ദേഹം അതേമാതിരി നരേന്ദ്രമോദിയുടെ പേര് പറയാറില്ല. എന്തോ കുഴപ്പമുണ്ടത്?
എന്താ പേര് സൂചിപ്പിക്കാത്തത്? മാത്രമല്ല ഈ വെള്ളാപ്പള്ളി പിന്നെ PJ ജോസഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ 1046 പിന്നെ സ്ഥാപനങ്ങൾ അവരെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയും അവരെ മിഷണറിമാരും ഈ നാട്ടിൽ സ്കൂൾ കൊണ്ടുവന്നപ്പോഴാണ് ഈഴവനൊക്കെ പഠിക്കാൻ അവസരം കിട്ടിയത്. നമ്പൂരിൻ്റെയും നായരെ അടുത്തിരുന്നിട്ട് അതറിയോ എടാപോടാന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. ആ സമുദായത്തെക്കുറിച്ച് എന്ത് തോന്നിയാൽ ഇയാൾ വിളിച്ചു പറഞ്ഞത്? PJ ജോസഫിൻ്റെ കാലത്താണ് അയാൾക്ക് 5 +2 കൊടുത്തത്. 4 സ്കൂൾ +2 വെച്ച്. അതിനാണ് ആ മനുഷ്യനെ കുറിച്ച്. അതേമാതിരി കാന്തപുരത്തിനെ കുറിച്ച് പരമസാത്വികനായ ഒരു വയോധികനായ ഒരു പണ്ഡിതനാണ്. ഈ പ്രായത്തിൽ അയാൾ ചെയ്യണം നോക്കി നോളജ് സിറ്റി പോലുള്ള ഒരു അത്യാധുനിക ഒരു നഗരം സൃഷ്ടിച്ചെടുക്കുക. ഇയാളെ കൊണ്ട് എന്ത് സാധിക്കും? എന്നിട്ട് ഈ കാണുന്ന വഴിയെ പോകുന്ന എല്ലാവരും ചീത്ത വിളിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ നാട്ടിൽ? CPM ഈ നിസ്തേഷ്ടമായി നിൽക്കുന്ന ഈ അവസ്ഥ ഉണ്ടല്ലോ, ആ പാർട്ടിയുടെ പാപ്പരത്താണ്. ഇപ്പോഴും നോക്കി പ്രകാശ് മാഷ് ഒരു ചൊടി കണ്ടോ സ്മൃതിൻ്റെ നേരെ? എന്താണ് SNDP ജമാഅത്ത് ഇസ്ലാമി SNDPനെയോ SNDPൻ്റെ ആശയത്തെയോ ആരും എതിർത്തിട്ടില്ല. ഈവൻ സ്മൃതിയും ഞാനും ഒക്കെ വെള്ളാപ്പള്ളി എന്ന ഈ കൊടും വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇയാളെന്തിനാ ചൂടാണ് പ്രകാശ് മാഷ്? അതല്ല അവിടെ വിഷയം. ഇത് എന്താ സംഭവിക്കാൻ അവിടെ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രവും ഒക്കെ ഒരുപാട് ടൈപ്പ് ഇതിലുണ്ട്. ഇതൊന്നും മനുഷ്യന്മാർക്ക് തിരിയല്ല. നമ്മളെ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ സ്മൃതി, ഒന്നും ഭയക്കണ്ട. കലാപുണ്ടാക്കൽ അവരുടെ ഉദ്ദേശം. മുസ്ലിങ്ങളിലെ ഭ്രാന്തന്മാരായ ആരെങ്കിലുമൊക്കെ കയറി വരും. ഒരു കലാപുണ്ടായി എന്താ സംഭവിക്കുകയെന്ന് ഒന്ന് ഊഹിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ജീവിച്ച പോലെ നമ്മളെ കുട്ടികൾക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? എവിടേക്കാണ് ഇത് എത്താൻ പോകുന്നത്? പക്ഷെ നമ്മളെ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ, അവരിതിനൊക്കെ നേരിടും. അവർക്ക് ഇത്തരം ആളുകളൊക്കെ TV കാണുന്നത് തന്നെ ഇഷ്ടമല്ല. അന്നേരം TV ഓഫാക്കി പോവുക ചെയ്യാം. മനസ്സിലായോ? ശരി, പുതിയ തലമുറയിലാണ് അങ്ങേക്ക് പ്രതീക്ഷ. നമുക്ക് നോക്കാം, വെള്ളാപ്പള്ളി വർഗീയ പ്രസംഗം നടത്തിക്കൊണ്ട് ഇനി തുടരുമോ? ഇതിനപ്പുറം ശക്തമായ നിലപാടിലേക്ക് സർക്കാർ പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. വളരെ നന്ദി ശ്രീ ഷാഫി ചാരിയം, ശ്രീ M പ്രകാശൻ, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, ദാമോദർ പ്രസാദ് ചർച്ചയിൽ പങ്കെടുത്തതിന് കാണും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.